ഹായ് ഗായ്സ്, അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം പാർട്ട് 1 നമ്മൾ റോബോട്ട്സിനെ കണ്ട വീഡിയോസാണ് ഇട്ടിരുന്നത്. അപ്പോൾ പാർട്ട് 2 വരുമ്പോഴത്തേക്കും നമ്മൾ റോബോട്ട്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയപ്പോൾ തെർമോക്കോൾ വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയ ആണ് കണ്ടത്. അവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല ബട്ടർഫ്ലൈയും ഈച്ചയും പുൽച്ചാടിയും അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ജീവികളുടെയും വർക്ക് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ, റോസ, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുമായിരുന്നു. അതിനിടയിൽ ദുവാക്കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലുമായിരുന്നു. ആ ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തിയിട്ട് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഡാൻസ് കളിപ്പിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ദുവാമോളെ കയറ്റി നിർത്തിയപ്പോൾ അവൾ ഉറക്കം വന്നിരുന്നത് കൊണ്ടായിരിക്കും ഭയങ്കര പിണക്കമായിരുന്നു, ഡാൻസ് ഒന്നും കളിച്ചില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫിഷിൻ്റെ അടുത്തോട്ട് അക്വേറിയത്തിൻ്റെ അടുത്തോട്ടാണ് വന്നത്. അവിടെ നമ്മൾ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഒക്കെ കണ്ടു. എല്ലാ ഫിഷസിനോടും അതിൻ്റെ ഗ്ലാസ്സിൽ തൊട്ടിട്ട് മിന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓരോ ഫിഷിനടുത്ത് എത്തുമ്പോഴും അവിടെ ഫിഷിൻ്റെ പേര് അതിൻ്റെ വോളിൽ പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ മോൾക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം തൊട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ എല്ലാ മീനും ഓരോ വാളിലും ഉണ്ടായിരുന്ന ഓരോ ഫിഷിനെയും അവളിങ്ങനെ തൊട്ട് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് അവൾക്ക് ഓരോ ഫിഷിനെ കാണുമ്പോൾ പേടിയാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അവൾക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു, അവൾ കൂളായിരുന്നു, ഹാപ്പി ആയിരുന്നു. പിന്നെ ഉച്ച സമയമൊക്കെ ആയപ്പോൾ വിശപ്പും പിന്നെ ഉറക്കം വന്നിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവൾ ഓക്കെ ആയിരുന്നു. അവൾക്ക് ഓരോ വെറൈറ്റി ഫിഷസിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാത്തിനും തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവളുടേതായ രീതിയിൽ അവൾ എന്തൊക്കെയോ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരണ്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് വെറൈറ്റി ഫിഷസിനെ കണ്ടു. അത് തിരണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കടൽ മത്സ്യങ്ങളെയും കായലും കളർ ഫിഷസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി കണ്ടു. എല്ലാം കാണാൻ അടിപൊളിയായിരുന്നു. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഈ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിനകത്ത് ഒരുപാട് സെക്ഷൻസ് ആയിട്ടായിരുന്നു ഫിഷിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതിനിടയിൽ മോള് ഫിഷിനെയൊക്കെ കണ്ട് നടന്നു പോകുന്നതിനിടയിൽ തുമ്പീവ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവൾ കളർ ഫിഷ് കുഞ്ഞു കുഞ്ഞു മത്സ്യത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഹസ്ബൻഡ് അവിടെ അതിനടുത്ത് അവളെ ഇരുത്തി. അപ്പോൾ അവൾ അതിനെ തൊട്ട് നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന കണ്ടപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് പേടിച്ചു, പിന്നെ അവൾ ഓക്കെ ആയി. ഇതുവരെ കണ്ടതിലും വെച്ചിട്ട് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിഷ് ഈ ഒരു ചെറിയ കളർ ഫിഷായിരുന്നു. ഒരുപാട് വെറൈറ്റി കളർ അതിലുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമായി. അത് കണ്ടപ്പോൾ അവൾ ഒരുപാട് നേരം തൊട്ട് മിന്നാന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ മുമ്പോട്ട് ഉള്ളിലൂടെ അങ്ങ് നടന്നു പോയപ്പോഴത്തേക്കും തലയ്ക്ക് മുകളിൽ കൂടെ വെള്ളത്തിൽ മീൻ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് അവൾ ഉമ്മിഞ്ഞ മോളിൽ എന്നൊക്കെ കാണിച്ചു. അപ്പോൾ ഹസ്ബൻഡ് കൈയൊക്കെ എടുത്തിട്ട് വീശി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് മുമ്പോട്ട് പോയപ്പം വീണ്ടും നേരത്തെ കണ്ട അതേ കളർ ഫിഷ് തന്നെ പിന്നെയും നമ്മൾ കണ്ടു. അങ്ങനെ അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവൾ അവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും പിന്നെയും ഒരു 4-5 വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു, കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഒരു നീല കളറ് അവിടെ നീല ലൈറ്റായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ എടുത്ത ഫോട്ടോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ മീനിനടുത്ത് കൂടി ടണലിൽ കൂടി നടന്നു പോകുന്ന ഒരു വീഡിയോ ഹസ്ബൻഡ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല ടൈപ്പ് ഫിഷ്, കരിമീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടു.
പിന്നെ ഞങ്ങൾ ഫിഷിനൊക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്പുകളായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. ലേഡീസിൻ്റെ ചുരിദാർ സെക്ഷൻസ്, കുഞ്ഞു കുട്ടികളുടെ, പെൺകുട്ടികളുടെ, ആൺകുട്ടികളുടെയും ഡ്രസ്സിൻ്റെ സെലക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മെഡിസിൻസ്, ബുക്കുകൾ, കുട്ടികളുടെ കുറേ ബുക്കുകൾ, ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ ഹൽവ സെക്ഷൻ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയപ്പോൾ കണ്ടത് പാമ്പിൻ്റെയൊക്കെ കുറച്ച് ഫിഷിനെ വെച്ചിരുന്ന പോലെ തന്നെ ഒരു കുറച്ച് സെക്ഷനിൽ കുറച്ച് അധികം പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വെറൈറ്റി സ്നാക്കായിരുന്നു. അതെല്ലാം കണ്ടു. അതിനുശേഷം പിന്നെ ഒരു ചെറിയ വീടൊക്കെ കണ്ടു. വീട് സെറ്റ് ചെയ്ത്, ഒരു ചെറിയൊരു കൊട്ടാരം പോലെ വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് മൊത്തത്തിൽ ഈ ഒരു അണ്ടർ വാട്ടർ അക്വേറിയം, അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം അടിപൊളിയായിരുന്നു. അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് നമ്മൾ അതിനകത്ത് കണ്ട എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.